ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, മെറ്റാ ആർട്സ് ഫ്രീ കോഴ്സ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാന്നുള്ളത് നോക്കി. ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. നിങ്ങൾ ഇതുവരെ ഈ ഒരു ഭാഗങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റ് ആയി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ടുള്ള മെറ്റാ ബിസിനസ് സൂട്ടിനെ പറ്റിയിട്ടാണ്. അപ്പം മെറ്റാ ബിസിനസ് സൂട്ട് എന്നുള്ളത് ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഓൾ ഇൻ വൺ ഡാഷ്ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്നതും ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജുകൾക്കും കമൻറ്റുകൾക്കും എല്ലാം തന്നെ ഒരൊറ്റ സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് മാനേജ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ഷെഡ്യൂൾ ചെയ്യാനും, റീൽസ് ഷെഡ്യൂൾ ചെയ്യാനും, അതേപോലെ തന്നെ സ്റ്റോറീസ് ഷെഡ്യൂൾ ചെയ്യാനും, അത് ഡിലീറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസൈറ്റ്, നിങ്ങളുടെ വീഡിയോകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് ഏത് തരം ആളുകളിലേക്കാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുന്നത്, ഏത് തരം ആളുകളാണ്, അതായത് ഏത് തരം ആളുകളിലേക്കാണ് നിങ്ങളുടെ പേജ് അല്ലെങ്കിൽ വീഡിയോ റീച്ച് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇൻസൈറ്റ് വഴി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ മെറ്റാ ബിസിനസ് എന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ട് ആഡ് റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് മെറ്റാ ബിസിനസ് സൂട്ട്. ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന വീഡിയോകളിൽ മൊബൈൽ വഴി എങ്ങനെ ആഡ് റൺ ചെയ്യാൻ എന്നുള്ളതിനെ പറ്റിയുള്ള സീരീസ് നോക്കുന്ന സമയത്ത് നമുക്ക് മെറ്റാ ബിസിനസ് സൂട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും നമ്മൾ ആ ഭാഗത്ത് കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് വഴി സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. കാരണം ഡെസ്ക്ടോപ്പ് വഴി നമ്മൾ ആദ്യം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മൊബൈലിലേക്ക് അത് മാനേജ് ചെയ്യാൻ പോകുക എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എപ്പോഴും ആഡ്സും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലായെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇനീഷ്യൽ സെറ്റപ്പിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് മൊബൈൽ ത്രൂ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് മെറ്റാ ബിസിനസ് സൂട്ട് സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെറ്റാ എന്ന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എങ്ങനെ നമുക്ക് മെറ്റാ ബിസിനസ് സൂട്ട് ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെ അത് മെറ്റാ ബിസിനസ് ഓപ്പൺ ചെയ്യാമെന്നുള്ളത് ആദ്യം നോക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് പേജിലേക്ക് സ്വിച്ച് ചെയ്യുക. പേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് പേജാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന് കാണാൻ പറ്റും. പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ ടൂൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാ ബിസിനസ് സൂട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ പോയിട്ട് business.facebook.com/latest എന്നുള്ള എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ അസറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ കണക്ട് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫേസ്ബുക്ക് പേജ് ഓൾറെഡി കണക്ട് ആവും, കാരണം നമ്മൾ ഫേസ്ബുക്ക് പേജ് വഴിയാണല്ലോ ഇത് ലോഗിൻ ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം കണക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇൻസ്റ്റാഗ്രാം കണക്ട് ഇല്ല, ഇൻസ്റ്റാഗ്രാം എന്ന ഓപ്ഷൻ വരും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതൊരു വീഡിയോ സീരിയസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുമ്പത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യാം, വാട്സപ്പ് കണക്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരാത്തത്. അതായത് നമ്മൾ ഓൾറെഡി ഫേസ്ബുക്ക് പേജിലേക്ക് ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തു. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ്ബുക്ക് പേജ് കണക്ട് ചെയ്യാം, ഫേസ്ബുക്ക് പേജിലേക്ക് ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്നും കാണണ്ട എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. ഇനി എങ്ങനെ നമുക്ക് മെറ്റാ ബിസിനസ് സൂട്ട് വഴി ഒരു റീല് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത തന്നെ ഇവിടെ കാണാൻ പറ്റും ക്രിയേറ്റ് പോസ്റ്റ് ഉണ്ട്, ക്രിയേറ്റ് റീൽ ഉണ്ട്, ക്രിയേറ്റ് സ്റ്റോറി ഉണ്ട്. അതിൽ മോർന്നിൽ ക്ലിക്ക് ചെയ്ത് കുറച്ചും കൂടെ കാര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാം. റീലാണെന്നുണ്ടെങ്കിൽ റീലിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോസ്റ്റ് ടു എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കാണോ ഫേസ്ബുക്ക് പേജിലേക്കാണോ പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് പേജും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കണക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും ടിക്കായിട്ട് കിടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫേസ്ബുക്ക് പേജ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന റീലോ അല്ലെങ്കിൽ പോസ്റ്ററോ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിൽ മാത്രം മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതുമാത്രം ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ രണ്ടും ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആഡ് ഫോട്ടോ ഓർ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫോട്ടോയോ വീഡിയോയോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടെക്സ്റ്റ് എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻസ്റ്റാഗ്രാം പ്രിവ്യൂ എങ്ങനെ വരിക,
ഫേസ്ബുക്ക് പേജിൻ്റെ ഫീഡിൽ എങ്ങനെ വരിക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. മൊബൈൽ വ്യൂ എങ്ങനെ വരിക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം. രണ്ടിനും വിവിധ തരത്തിലുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു രീതിയിലുള്ള ടൈറ്റിലും അതുപോലെ തന്നെ ഹാഷ്ടാഗാണ് വേണ്ടത്, ഫേസ്ബുക്കിലേക്കാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പോസ്റ്റ് ഡീറ്റെയിൽസിന് തൊട്ടതായുള്ള ഈ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും ചെയ്യാനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് 1 എന്നും ഇൻസ്റ്റഗ്രാമിലേക്ക് ടെസ്റ്റ് 2 എന്നും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് 2 എന്നും ഫേസ്ബുക്കിലാണെങ്കിൽ ടെസ്റ്റ് 1 എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ എനിക്ക് ഇവിടെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇമോജി ആഡ് ചെയ്യണമെങ്കിൽ ഇമോജി ആഡ് ചെയ്യാം. ഇവിടെ താഴെ നിങ്ങൾക്ക് ലൊക്കേഷൻ അതേപോലെ തന്നെ വാട്സപ്പ് ബട്ടണൊക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫേസ്ബുക്കിലാണ് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുമെങ്കിൽ ഇവിടെ ലൊക്കേഷൻ മാത്രം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അത് ഓരോ പ്ലേസ്മെൻറ്റിനനുസരിച്ചായിരിക്കും ആ ഒരു കാര്യം വരിക. രണ്ടാമതായിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഷെഡ്യൂൾ ടൈം എന്നുള്ള ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ടൈം ഏതാണോ ആ ടൈമും ഡേറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ ഇവിടെ ഷെഡ്യൂൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഷെഡ്യൂളായിട്ട് പോകും. അപ്പോൾ ഈ രീതിയിലാണ് പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുക. ഇതേ മെത്തേഡിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുക. ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഇപ്പോൾ ക്രിയേറ്റ് റീൽസിലേക്ക് പോകുന്ന സമയത്ത് ക്രിയേറ്റ് റീൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു, ആഡ് വീഡിയോ കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൽ ഏതെങ്കിലും വീഡിയോ ഉണ്ടോ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് താഴെ റീൽസ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു, സാമ്പിൾ വീഡിയോ എന്നുള്ള ടെക്സ്റ്റ് കൊടുത്തു. ഇത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇത് എനേബിൾ ചെയ്ത് ഈ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് വേറെയും ഇൻസ്റ്റഗ്രാമിലേക്ക് വേറെ ആയിട്ടും ചെയ്യാം. പക്ഷേ ഞാനിവിടെ കോമൺ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ ഡിസേബിൾ ചെയ്തു. തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ തംബ്നെയിൽ കാണാൻ പറ്റും. തംബ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ കവർ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു റീൽസ് കാണുന്ന സമയത്ത് ഫസ്റ്റിൽ കാണുന്ന ആ ഒരു ഇമേജില്ലേ, ചിലപ്പോൾ ടെക്സ്റ്റ് ആവാം, ചിലപ്പോൾ ജസ്റ്റ് നമ്മളെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇമേജസ് ആവാം, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് തംബ്നെയിൽ പോലെ യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അപ്ലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യില്ല. നേരെ താഴേക്ക് വരാം. താഴേക്ക് വന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യാം. ഞാൻ അതൊന്നും തന്നെ ചെയ്യുന്നില്ല. വീണ്ടും ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കേട്ടോ, ടെക്സ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ പോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം സാമ്പിൾ വീഡിയോ എന്നുള്ളത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിനെ എനിക്ക് സെൻറ്ററിലേക്ക് ആക്കണമെങ്കിൽ സെൻറ്ററിലേക്ക് ആക്കാം. ഫോൺ സൈസ് ചെറുതാക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. ഇതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് വളരെ അർജൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഇതിങ്ങനെ താഴേക്ക് മാറ്റണമെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഫോൺ സൈസ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ ഫോൺ സൈസ് കൂട്ടാം. ഇനി വീണ്ടും അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യാനും സാധിക്കും. പിന്നെ ഒപ്റ്റിമൈസ് ചെയ്യാനാണ്, ഓഡിയോ ഒപ്റ്റിമൈസേഷൻ എന്തെങ്കിലുമൊക്കെ നോയ്സ് ക്യാൻസലേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, അത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ കൊടുക്കാം. എക്സാമ്പിളായിട്ടാണ് നമ്മൾ നിലവിലുള്ളൊരു ഓഡിയോയിലേക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേറൊരു ഓഡിയോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഒരു ഓഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓഡിയോ വന്നു. അപ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറിജിനൽ വോളിയം എന്നും കാണാൻ പറ്റും, ഓഡിയോ വോളിയം എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് സൗണ്ട് കുറച്ചിട്ടുണ്ട്, ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. പലരും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പേജും തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അക്കൗണ്ട് കണക്റ്റഡ് കണ്ടോ, എനിക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കാം. സാധാരണ രീതിയിൽ ഓൾറെഡി കണക്റ്റഡ് എന്ന് പറയുന്ന മെസ്സേജുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനപ്പോൾ ഈ ഒരു ഓഡിയോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഒരു ക്രോസ് ബട്ടൺ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്നിട്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും റീൽ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചെയ്യില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളോട് ചോദിക്കും ഈ ഒരു വീഡിയോ നിങ്ങളോട് സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അതായത് നമ്മൾ റീലാണല്ലോ ചെയ്തിട്ടുള്ളത്, ഈ റീലിനെ നിങ്ങൾക്ക് സ്റ്റോറിയിലേക്ക് ചെയ്യണമെന്നിരിക്കും. ഇത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ പറ്റില്ല, പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കും ഷെയർ ദി സ്റ്റോറി, ഓൾവേസ് ഷെയർ സ്റ്റോറി എന്നുള്ളത് ഏത് വേണോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ക്യാപ്ഷൻസ് വേണമെന്നുള്ളത് ചോദിക്കും, ക്യാപ്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. സെറ്റിംഗ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ SRT ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഓട്ടോ ജനറേഷൻ കൊടുക്കണമെങ്കിൽ ആ ഒരു രീതിയിലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സബ് ടൈറ്റിൽ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. തൊട്ട് താഴെ റീമിക്സിംഗ് ആണ്. അതുപോലെ തന്നെ യൂസ് ഒറിജിനൽ ഓഡിയോ ഓൺലി, എനിക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എനേബിൾ ആക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നേരെ ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം.
ഇനിയിപ്പോൾ എനിക്കിവിടെ ഇപ്പം പബ്ലിഷ് ചെയ്യേണ്ട ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഷെഡ്യൂൾ എന്നുള്ളത് കൊടുത്തിട്ട് ഇവിടെ എനിക്ക് ടൈം എനിക്ക് വേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ എന്നുള്ളത് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ റീൽസ് ഇതിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ റീൽസ് എഡിറ്റ് ചെയ്യാനും ഇതിൽ തന്നെ സാധിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു 10-15 വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ച് ഫുൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് ഒറ്റ ദിവസം ഇരുന്നിട്ട് ഫുള്ള് ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതാത് ദിവസങ്ങൾ അതാത് സമയങ്ങൾ അതിങ്ങനെ പബ്ലിഷ് ആയിട്ട് പോയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ ഇരുന്നിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമാണ് മെറ്റാ ബിസിനസ് സൂട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ റീൽ ഷെഡ്യൂളിങ് മുമ്പ് ഈ മെറ്റാ ബിസിനസ് സൂട്ട് വഴി മാത്രമാണ് പറ്റിയിരുന്നത്. ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് എന്ത് ചെയ്യുക, റീൽ ഷെഡ്യൂൾ ചെയ്യാൻ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര ചെയ്തതിന് ശേഷം ഷെഡ്യൂൾ എന്നുള്ളത് വിളിക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ നേരെ ഇത് ക്യാൻസൽ ചെയ്യാൻ. ഇതേപോലെ തന്നെയാണ് സ്റ്റോറിയും നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണമെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിലും ചെയ്യുക. നേരെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ വീഡിയോ ഫോട്ടോസ് എന്താണോ അത് വേണമെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ആണെങ്കിൽ ഷെഡ്യൂൾ, അല്ലെങ്കിൽ ഷെയർ നോ ബട്ടൺ ആണെങ്കിൽ ഷെയർ നോ ബട്ടണും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. നമുക്ക് ഈ മെറ്റാ ബിസിനസ് സൂട്ടിൽ വന്നു കഴിഞ്ഞാൽ മുകളിൽ ഹോം കാണാം, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ. ഹോമിൽ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അസറ്റ് കണക്ട് ചെയ്ത് കാണാൻ പറ്റും, എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളും. ഇവിടെ കവർ ഫോട്ടോ ആണെങ്കിൽ കവർ ഫോട്ടോ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. താഴേക്ക് വരുമ്പോൾ നമ്മൾ എത്ര പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കും. ഇവിടെ ഫുൾ പ്ലാൻ എന്നുള്ളത് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ഫുൾ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. അതിൻ്റെ റിസൾട്ട്, ഓഡിയൻസ് എങ്ങനെ വന്നിട്ടുണ്ട് തുടങ്ങി മെസ്സേജിങ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏണിങ്സ് ഉണ്ടെങ്കിൽ ഏണിങ്സ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻസൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഫുൾ ഇൻസൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരൊക്കെ എവിടെയൊക്കെ കണ്ടു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വേറെ ആയിട്ടും ഫേസ്ബുക്കിൽ വേറെ ആയിട്ടും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി മാത്രം. മുകളിൽ ഇൻസ്റ്റാഗ്രാമാണോ ഫേസ്ബുക്കാണെന്നുള്ളത് മാറ്റി കൊടുത്താൽ മതി. ഇനി മെറ്റാ ബിസിനസ് സൂട്ടിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂളാണ് ഇൻബോക്സ്. ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജും ഫേസ്ബുക്ക് പേജിൽ വന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാച്ച് ചെയ്തിട്ട് അതിന് റീപ്ലൈ കൊടുക്കാം. അതേപോലെ തന്നെ ഫേസ്ബുക്ക് കമൻറ്റിനാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം കമൻറ്റ്സിനാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീപ്ലൈ കൊടുക്കാനും സാധിക്കും. മെസ്സഞ്ചറിൽ വന്നതും ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചറിൽ വന്നതൊക്കെ ഇവിടെ കിട്ടും. പിന്നെ വാട്സപ്പ് ഇപ്പോൾ നിലവിൽ കണക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് പിന്നീട് നമുക്കൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വാട്സപ്പ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വാട്സപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് കൺഫേം കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. അതേപോലെ ഒരു അടിപൊളിയായിട്ടുള്ള വേറെ ടൂളാണ് CRM പോലുള്ള ലീഡ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ ഓൾ ടൂൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓൾ ടൂൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലീഡ് സെൻറ്റർ എന്നുള്ളത് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സ്റ്റേജ് കാണാൻ പറ്റും. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഓരോ സ്റ്റേജ്, അതായത് ചെറിയൊരു CRMൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ലീഡ് ജനറേഷൻ ക്യാമ്പയിനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് മാനുവലി അപ്ലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ സാമ്പിൾ എന്നുള്ളത് കൊടുത്തിട്ട് ജസ്റ്റ് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫസ്റ്റിൽ ഈ ഒരു ഇതിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. ഇവിടെ ഡയറക്റ്റ് ആണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വന്നതാണോ ആഡ് വഴി വന്നതാണെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് വന്നതെന്ന് നമ്മൾ ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നത്. ഇപ്പോൾ നിങ്ങൾ ലീഡ് ജനറേഷനൊക്കെ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. പിന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ലീഡ് വന്നു. ഈ ലീഡ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാം ആർക്കാണ് പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ടീമിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീമിലേക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഏത് സ്റ്റേജിലേക്കാണ് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഒന്നെങ്കിൽ ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡാണെന്നുള്ളത് അത് കൊടുക്കാം, ക്വാളിഫൈഡ് എന്നുള്ളത് കൊടുക്കാം. ശേഷം നമ്മൾ നോ റിമൈൻഡർ വേണമെങ്കിൽ റിമൈൻഡർ കൊടുക്കാം. അപ്പോൾ ഷെഡ്യൂൾ റിമൈൻഡറിൽ നമുക്ക് എന്നാണ് ഇനി ഇവരെ കോൾ ചെയ്യേണ്ടത് എന്നുള്ളത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിമൈൻഡർ ഫോളോ അപ്പ് എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എന്താണോ വേണ്ടത് കൊടുക്കാം. അതുപോലെ തന്നെ എന്നാണ് ഇനി റിമൈൻഡിങ് ചെയ്യേണ്ടത് എന്നുള്ള ഡേറ്റ് ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ നെക്സ്റ്റ് എന്ന് മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് സേവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്കമ്മിങ് എന്നുള്ളത് ഇന്ന ദിവസം കൊണ്ട് ഇനി ഇവരെ ഫോളോ അപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ അതിന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു നോട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫൈഡ് സ്റ്റേജിൽ തന്നെ ലോസ്റ്റ് ആണെങ്കിൽ ലോസ്റ്റ് എന്ന് കൊടുക്കാം, നോട്ട് ക്വാളിഫൈഡ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ റിപ്പോർട്ട് ലീഡ് എന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഡിലീറ്റ് ലീഡ് വേണമെങ്കിൽ ഏതാണ് വേണ്ടത് കൊടുക്കാം. ഇനി കൺവേർട്ട് ആണെങ്കിൽ നേരെ ഇത് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം. പിന്നെ ഇവിടെ ആഡ് കസ്റ്റം സ്റ്റേജ് എന്നുള്ളത് നമുക്ക് കസ്റ്റം ചെയ്തിട്ടുള്ള സ്റ്റേജുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലായിട്ട് ഇത് പെയ്ഡ് ആയിട്ട് വന്നതാണോ ഓർഗാനിക് ആയിട്ട് വന്നതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലീഡ് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് വന്നതാണോ ഓർഗാനിക് ആയിട്ട് വന്നതാണോ എന്നുള്ളതൊക്കെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാനും പറ്റും. സ്റ്റാറ്റസും അതേപോലെ തന്നെയാണ്. പിന്നെ ലേബൽസ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ഫോം ഏതാണെന്നുണ്ടെങ്കിൽ ഫോം സെലക്ട് ചെയ്യാം. തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും. ഇതൊക്കെ കുറച്ചും കൂടി വിശദമായിട്ട് പറയണം. നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് വളരെയധികം ലെങ്ത്തായി പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം എന്നാൽ ഞാൻ ചെയ്യാം. അപ്പോൾ ലീഡ് സെൻറ്റർ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ലീഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ CRM പറ്റിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂളും കൂടെ ഇതിലുണ്ട്. കണ്ടൻറ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ കണ്ടൻറ് കലണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം സെറ്റ് ചെയ്യാനും നമുക്കിതിൽ പറ്റും. അതിന് നിങ്ങൾക്ക് നേരെ ഇവിടെ കാണാൻ പറ്റും പ്ലാൻ എന്നുള്ളത്. ജസ്റ്റ് പ്ലാനറിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മന്ത് വൈസ് ചെയ്തിട്ടുള്ള കലണ്ടർ ആണെങ്കിൽ അങ്ങനെ കാണിക്കുക, വീക്കിലി ആണെങ്കിൽ വീക്കിലി കാണിക്കുക. അപ്പോൾ മന്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഏതെല്ലാം ദിവസങ്ങളാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇവിടെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ സ്പെഷ്യൽ ഡേയ്സിൻ്റെ തലേന്നായിരിക്കും സ്പെഷ്യൽ ഡേയ്സ്. നാളെ സ്പെഷ്യൽ ഡേയ്സ് ആണല്ലോ, അപ്പോൾ ഈ നാളേക്ക് ഒരു പോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വീഡിയോ വേണ്ടെന്നുള്ളതൊക്കെ ചിന്തിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതാത് മാസം ഫസ്റ്റിലോ അതല്ലെങ്കിൽ ലാസ്റ്റിലോ നെക്സ്റ്റ് മാസത്തേക്കുള്ള, അടുത്ത മാസത്തേക്കുള്ളത് ഈ മാസം, അടുത്ത മാസത്തേക്ക് വേണ്ട കണ്ടൻറ്റുകൾ ഈ മാസം ഒരു 25-ആം തീയതി ആകുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യുക, ഫുള്ള് തയ്യാറാക്കിയിട്ട് 30-ആം തീയതിൻ്റെ ഉള്ളിൽ ഫുൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ വർക്ക് വളരെയധികം സ്പീഡാവും. നിങ്ങൾക്കും തന്നെ കൂടുതൽ ലേസിയൊന്നും വരില്ല. നിങ്ങളുടേതായ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവുകയും ചെയ്യാം. അപ്പം സ്പെഷ്യൽ ഡേയ്സിൻ്റെ പോസ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സ്പെഷ്യൽ ഡേയ്സുകളൊന്നും മിസ്സായി പോകില്ല. അതല്ലാത്ത കേസുകളിൽ നിങ്ങൾക്ക് നോർമലി ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുക. എപ്പോഴും ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഒരു ഫസ്റ്റ് നെക്സ്റ്റ് അടുത്ത മാസത്തേക്കുള്ളത് ഈ മാസം തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്ത മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരുന്ന തൊട്ടടുത്ത മാസത്തേക്കുള്ളത് റെഡിയാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു പ്രഷർ കുറയും. മറ്റേത് നിങ്ങളിങ്ങനെ അതാ ദിവസങ്ങൾ തന്നെ ചെയ്ത് പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കൂടും. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ടൂളുകളൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വർക്ക് ഈസി ആക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് മെറ്റാ ബിസിനസ് സ്യൂട്ടിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പരസ്യം ചെയ്യുന്നതിനും ബിസിനസ് വളർത്തുന്നതിനും ഈ ഒരു സെറ്റപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ മെറ്റ എന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് മെറ്റാ ആഡ്സ് മാനേജർ പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് പഠിക്കാം. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.